ഹലോ, വെൽക്കം ടു അവർ ചാനൽ ചാന്ദിൽസ് ക്രാഫ്റ്റഡ് സ്റ്റോൺ വിത്ത് കെയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാലക്ക നെക്ലസ് ആണ്. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗിയർ വയർ, ബാക്ക് ചെയിൻ, പാലക്ക ലോക്കറ്റ് വേണം. ഇതേപോലത്തെ പാലക്ക ലോക്കറ്റ്, ജംപ് റിംഗ് 2 മതി. ജംപ് റിംഗ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് റിംഗ് ആണ്. ഗിയർ ലോക്ക് വളരെ കുഞ്ഞാണ്. ഗിയർ ലോക്ക്, ബീഡ്സ് വേണം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മെറൂൺ പോലത്തെ ഒരു ബീഡ്സും ഗോൾഡൻ ബീഡ്സും ആണ്. അതാ ഇത് മെറൂൺ ബീഡ്സ് കണ്ടോ. പിന്നെ വേണ്ടത് ഗോൾഡൻ ബീഡ്സ്. അപ്പോൾ അതാ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഗിയർ വയറിനെ 2ആയിട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ട് മടക്കി, ഒരു വലിയ ഗിയർ വയർ ഇത്രയുള്ള ഗിയർ വയറിനെ ഞാൻ ഈക്വൽ ആയിട്ട് മടക്കി, ഈക്വൽ ആക്കിയിട്ട് ഞാൻ ഈ ഒരു എൻഡിൽ ഒരു ജംപ് റിങ് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ് റിങ് ജംപ് റിങ് എടുക്കുക. ജംപ് റിങ് എടുത്തിട്ട് ഞാൻ ഇതിനെ ഈ എൻഡിൽ കൊണ്ടുവന്നു. കണ്ടോ, ഇവിടെ ഇനി ലോക്കൊന്നും കൊടുക്കണ്ട, കാരണം ഈ ഒരു സ്ഥലത്ത് നമ്മളുടെ ജംപ് റിങ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ പാലക്ക ലോക്കറ്റ് എടുക്കുന്നു. പാലക്ക ലോക്കറ്റിൽ 2 ഹോളുണ്ട്, മുകളിലും താഴെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 ഹോളിൽ കൂടെയും ഇതിങ്ങനെ കടത്തി വിടുന്നു. അപ്പം ഇവിടെ 2 ഗിയർ വയർ, അതായത് ഒരു ഗിയർ വയറിനെ തന്നെയല്ലേ ഞാൻ 2ആയിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ 2 ഹോളുണ്ട്. അപ്പോൾ ആ 2 ഹോളിൽ കൂടെയും ഞാൻ ഈ ഗിയർ വയർ കടത്തി വിടുവാണേ. ഇത് മുകളിൽ കൂടെയും താഴെയും 2 ഹോളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി കൂടി ഇത് നല്ല ഇതായിട്ട് നമുക്ക് നല്ല ബലത്തിൽ ഇത് കിട്ടും. ഞാൻ കണ്ടോ ഈ ഗിയർ വയറിൽ കൂടെ ഇത് കടത്തി വിട്ടു. കണ്ടോ, ഫസ്റ്റ് ഞാൻ ഈ ഒരു ലോക്കറ്റ് കണ്ടോ, ഫസ്റ്റ് ലോക്കറ്റ് ആയിക്കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ. അടുത്ത് നമ്മൾ ഡിസൈൻ കൊടുത്ത് ചെയ്യാൻ പോവുകയാണ്. അടുത്ത് ഞാൻ 2 ഗോൾഡൻ ബീഡ്സ്, അതായത് ഒരു ഗോൾഡൻ ബീഡ് ഒരു വയറിൽ കൂടെയും അടുത്ത ഗോൾഡൻ ബീഡ് അടുത്ത ഗിയർ വയറിൽ കൂടെ ഞാൻ കടത്തി വിട്ടെ. അപ്പോൾ അത് കൊടുത്തു. ഇനി അടുത്ത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇത് 2ഉം കൊടുത്തു. ഇനി അതേപോലെ തന്നെ ഞാൻ ഈ മെറൂൺ കളർ ബീഡ്സ് ഉണ്ടല്ലോ, അതും ഞാൻ 2 എന്ന് പറയുമ്പോൾ ഒരുമിച്ചല്ല, 2 ഗിയർ വയറിൽ കൂടെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അത് വേർട്ടിക്കലായിട്ട് 2 മുത്തുകൾ അവിടെ വരും. 2 മുത്ത് അവിടെ നമുക്ക് കൊടുക്കാം. മെറൂൺ മുത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ 2 ഗോൾഡൻ മുത്തും കൂടെ ഞാൻ ഓരോ ഗിയർ വയറിൽ കൂടെയും ഞാൻ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ആദ്യം ഒരു പാലക്ക ലോക്കറ്റ് കൊടുത്തു, പിന്നെ 2 ഗോൾഡൻ ബീഡ്സ് വേർട്ടിക്കലായിട്ട് കൊടുത്തു, അതായത് 2 ഗിയർ വയറിൽ കൂടെ കടത്തി വിട്ടു, പിന്നെ 2 മെറൂൺ ബീഡ്സ്, പിന്നെ വീണ്ടും ഗോൾഡൻ. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന വീണ്ടും പാലക്ക ലോക്കറ്റ് ഇവിടെ കൊടുക്കും. വീണ്ടും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒരു 3 പാലക്ക ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചേ. പാലക്ക കൊടുത്തു, പിന്നെ 2 ഗോൾഡൻ ബീഡ്സ് വെർട്ടിക്കലായിട്ട്, പിന്നെ വീണ്ടും മെറൂൺ. അങ്ങനെ ഞാൻ ആ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഈ കുറച്ചുകൂടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത്രയും ചെയ്തെടുത്തു. ആ പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോയത്. അപ്പോൾ കണ്ടോ, പാലക്ക നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കാം. ഗിയർ വയറും ഇതൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ ചെയ്തെടുത്തു. ഇനി ഇതേപോലെ നമ്മൾ വേറെ മാറ്റം ഒന്നുമില്ല, ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഒരു നെക്ലസ് എൻഡ് ചെയ്യുന്നത് ജംപ് റിങ് വെച്ച്, അതേപോലെ എൻഡ് ചെയ്തിട്ട് ബാക്ക് ചെയിനും കൂടെ കൊടുത്ത് നമുക്ക് ഈ മാല ഫിനിഷ് ചെയ്യാം. ഇത് കണ്ടോ, അപ്പോൾ ഇത്രയും ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ലോക്ക് എടുക്കാം. 2 ഗിയർ ലോക്ക് വേണം. ഇവിടെ 2 ഗിയർ വയറിലല്ലേ നമ്മൾ ചെയ്തത്. 2 ഗിയർ വയറിൽ കൂടെയും ഓരോ ഗിയർ ലോക്ക് നമ്മൾ കടത്തി വിടുവാണ്. എന്നിട്ട് ഒരൊറ്റ ജംപ് റിങ് മതി. അത് ആദ്യം ഞാൻ 2 ഗിയർ ലോക്ക് 2 ഗിയർ വയറിൽ കൂടെയും കടത്തി വിട്ടെ. നമ്മൾ നേരത്തെയൊക്കെ കുറേ നമ്മൾ നെക്ലസ് കാണിച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ഇവിടെ 2 ഗിയർ ലോക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് ഈ ഒരു ഇതിനെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ജംപ് റിങ് സ്റ്റാർട്ടിങ് റിങ് ഉണ്ടല്ലോ, അത്
ഞാൻ ഇതിലേക്കൂടെ അത് 2 ഗിയർ വയറും കൂടെ ചേർത്താൽ ഞാൻ എന്നിട്ട് തിരിച്ച് നമ്മൾ ഇതേപോലെ ഈ ജംപ് റിങ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഗിയർ ലോക്കിൽ കൂടെ ഈ 2 ത്രെഡും 2 ഗിയർ വയറും നമ്മൾ ഓപ്പോസിറ്റ് എടുത്ത് ടൈറ്റ് ചെയ്ത് ഗിയർ ലോക്ക് എന്നിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തു. ഈ സൈഡിലും ഞാൻ ജംപ് റിങ് വെച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ടിട്ട് ജംപ് റിങ് അവോയ്ഡ് ചെയ്തിട്ട് ആ ഗിയർ ലോക്ക് ഓപ്പോസിറ്റ് ആയിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 2 സൈഡിലും ജംപ് റിങ് ഉണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ഒരു സംഭവം അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതെന്താണ് ബാക്ക് ചെയിൻ അല്ലേ, ഈ ബാക്ക് ചെയിൻ അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കിത് മെഷീൻ മെയ്ഡൊന്നും അല്ല, ഇത് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഗിയർ ലോക്കൊക്കെ വെച്ച് ചെയ്തിട്ട് പൊട്ടിയൊന്നും പോകത്തില്ല. നമുക്കിത് വേണമെങ്കിൽ ചെയ്ത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ കളർ മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കളറിൽ നമ്മൾ ചെയ്തു തരും. നമ്മൾ കസ്റ്റമൈസ്ഡ് ഓർഡറും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ലെന്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അത് മാത്രമല്ല, ഇത് തന്നെ ഇച്ചിരി കൂടെ ലെന്ത് നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ബാക്ക് ചെയിനല്ലേ പുറകിൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇപ്പം ഈ കളർ ബീഡാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ഏത് കളർ ബീഡ് വേണോ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യാം. നമുക്കതെങ്ങനെ വേണോ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.